വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ക്യാമ്പയിൻ പരിപാടി ആരംഭിക്കുന്നു. ഒരു മാസം നീളുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ആരംഭിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകും. ആലപ്പുഴ RTO AK ദിലു ചേരും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഡിസംബർ മാസം 2024 ഇതുവരെ ഒരു ആക്സിഡന്റ് കുറഞ്ഞു നിന്നെങ്കിൽ, പക്ഷേ 2024 ഡിസംബർ എത്തിയപ്പോഴത്തേക്കും ഗണ്യമായി വാഹനാപകടങ്ങൾ കൂടുകയും വാഹനാപകടങ്ങളിൽ ഇരയായി മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു ആക്സിഡന്റ് 4 പേര് മരിക്കുകയുണ്ടായി. അതിനു മുൻപ് കളർകോട് 6 പേര് മരിക്കുകയുണ്ടായി. പാലക്കാട് 4 പെൺകുട്ടികൾ മരിക്കുകയുണ്ടായി. അതിനു മുമ്പ് തൃശ്ശൂരിൽ വാഹനം പാഞ്ഞു കയറി 5 പേര് മരിക്കുകയുണ്ടായി. ഇപ്പം വളരെ ക്രൂഷ്യലായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവയെല്ലാം തന്നെ ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് നമ്മളെ കണ്ടെത്തൽ. അപ്പൊ അവർക്കൊരു അവബോധം പകരുന്ന രീതിയിൽ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങൾ പഴയ ചെക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ അധികം കാര്യങ്ങൾ ഡ്രൈവർമാർ എത്രക്കാരാണ് ഓടിക്കുന്നത് അതൊക്കെ ഒന്ന് നോക്കുകയും അവർ മദ്യപിക്കുന്നുണ്ടോ, അവർ ഉറങ്ങാതിരിക്കാനുള്ള സന്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒന്ന് അലർട്ടാക്കുക, മൊത്തത്തിൽ കേരളം ഒന്ന് അലർട്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നുകൊണ്ട് ഇതിന്റെ പേര് ജപം 2024 എന്നാണ്. ജപം എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആക്ഷൻ പോലീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് 2024 എന്നാണ്. അപ്പം ഞങ്ങൾ അടുത്ത 17-ാം തീയതി വരെ അതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. നിരീക്ഷിച്ച് ഡ്രൈവർമാരോട്ട് സംസാരിക്കുക, ഡ്രൈവർമാരുടെ കാര്യങ്ങൾ കേൾക്കുക. ഫൈൻ അടിക്കുന്നത് അത്യാവശ്യ സാഹചര്യങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലേ എന്നിട്ട് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം. അതാണ് ജനങ്ങൾ കുറച്ചുകൂടെ ജാഗരൂകരായി വണ്ടി ഓടിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ പോലീസും ഞങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന ഒരു മാസം പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപകടരഹിതമായിട്ട് വേണം കൺസ്ട്രക്ഷൻ നടത്താനായിട്ട്. അങ്ങനെയാണ് എൻ്റെ കോൺട്രാക്ട്. അപ്പൊ അതിന്റെ ഒരു ബൃഹത്തായ റിപ്പോർട്ട് ഞാൻ ആലപ്പുഴ ജില്ലയുടെ തയ്യാറാക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കുന്നതാവും. പക്ഷേ അപകടങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നത് പലപ്പോഴും അതല്ലാത്ത റോഡുകളിലാണ്. ഇവിടെ ഒറ്റതിരിഞ്ഞ അപകടങ്ങളുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻസ്, കൂട്ടമായ ആൾക്കാർ മരിച്ചതെല്ലാം ഇതര റോഡുകളിലാണ്, അതല്ലാത്ത റോഡുകളിലാണ്. ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ട് 4 മണിക്കൂർ കണ്ടിന്യൂസ് റോഡ് നീക്കുകയും എല്ലാ വാഹനങ്ങളും നിർത്തുകയും അവ പരിശോധിക്കുകയും പഠിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഫൈൻ അടിച്ച് പഴയതുപോലെ നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളെ പരിവർത്തനം ഉണ്ടാകുന്ന തരത്തിൽ പെരുമാറുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അതാണ് ജപം 2024.